ഹരേ കൃഷ്ണ. ഈ വർഷത്തെ മോഹിനി ഏകാദശി വരുന്നത് മെയ് 8-ാം തീയതി ആണ്, അതായത് വ്യാഴാഴ്ച. ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് 7-ാം തീയതി രാവിലെ 10:19 ഏകാദശി തിഥി അവസാനിക്കുന്നത് മെയ് 8-ാം തീയതി ഉച്ചയ്ക്ക് 12:23 അപ്പോൾ നമ്മൾ ഏകാദശി വ്രതം നോക്കാൻ പോകുന്നത് മെയ് 8-ാം തീയതിയാണ്, അതായത് വ്യാഴാഴ്ച. അപ്പോൾ പാരണ സമയം എന്ന് പറയുന്നത് മെയ് 9-ാം തീയതി രാവിലെ 5:34 മുതൽ 8:16 വരെയാണ്. ദ്വാദശി തിഥി 2:50 വരെ ഉണ്ട്, അത് മെയ് 9-ാം തീയതി. മോഹിനി ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ ജനന മരണങ്ങളുടെ നിരന്തരമായ പ്രാരാബ്ധത്തിൽ നിന്നും വ്യക്തിക്ക് മോചനം ലഭിക്കുകയും അതുവഴി മോക്ഷം നേടുകയും ചെയ്യുന്നു. അതിനാൽ ഈ അവസരം നമ്മൾ പാഴാക്കാതെ എല്ലാവരും മോഹിനി ഏകാദശിയുടെ വ്രതം നോക്കുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അത് ദയവായി പോയി കാണുക. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അന്ന് രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് ശുദ്ധിയായി നിങ്ങൾ വിളക്ക് കത്തിച്ച് പൂജ അറിയാവുന്ന വിധത്തിൽ പൂജ ചെയ്ത് ഭഗവാനെ ധൂപം, പൂക്കളുകൾ, പിന്നെ നിവേദ്യം എല്ലാം അർപ്പിക്കുക. നാമസങ്കീർത്തനം ചെയ്യുക. പിന്നെ വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭഗവത്ഗീത, നിങ്ങൾക്കറിയാവുന്ന നാമങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ഇത് മോഹിനി ഏകാദശിയുടെ കഥ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഏകാദശി വ്രതം എടുത്തില്ലെങ്കിൽ പോലും ഈ കഥ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് കഥ കേൾക്കുക. അപ്പോൾ ഈ കഥ എടുത്തിരിക്കുന്ന കൂർമ്മ പുരാണത്തിൽ നിന്നുള്ള മോഹിനി ഏകാദശിയുടെ കഥയാണ്. അപ്പോൾ ഇത് വ്രജവാസികൾ എങ്ങനെ വർണ്ണന ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. ഞാൻ പെട്ടെന്ന് വായിക്കാം, നിങ്ങൾ കേൾക്കണം. ഭുജിക്കാൻ വേണ്ടി ദൃഷ്ടബുദ്ധി ചെന്നായ്ക്കൾ, കാട്ടുപോത്തുകൾ, മാനുകൾ, സിംഹങ്ങൾ എന്നിവയെ കൊല്ലാൻ തുടങ്ങി. യുധിഷ്ഠിര മഹാരാജു പറഞ്ഞു, അല്ലയോ ജനാർദ്ദന, വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിക്ക് എന്താണ് പേര്? അതിൻ്റെ ശരിയായ ആചരണക്രമം എന്താണ്? ഇതെല്ലാം എന്നോട് വിസ്തരിച്ചു പറഞ്ഞാലും. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലയോ അനുഗ്രഹീതനായ ധർമ്മപുത്ര, ഒരിക്കൽ വസിഷ്ഠ മുനി ഭഗവാൻ രാമചന്ദ്രനോട് പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങളോട് വിവരിക്കാം. ശ്രദ്ധയോടെ കേൾക്കണം, നിങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക. വസിഷ്ഠ മുനിയോട് ഭഗവാൻ രാമചന്ദ്രൻ ചോദിച്ചു, അല്ലയോ മഹാമുനി, ശ്രേഷ്ഠമായ എല്ലാ ഉപവാസങ്ങളിൽ വെച്ച് സകല ദുഃഖങ്ങളെയും പാപങ്ങളെയും നശിപ്പിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് കേൾക്കണമെന്നാണ് എൻ്റെ അഭിമതം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സീതയിൽ നിന്നുള്ള വിരഹ ദുഃഖം ആവശ്യത്തിലധികം അനുഭവിച്ചവനാണ്. അതിനാൽ എൻ്റെ ഈ ദുഃഖം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വസിഷ്ഠ മുനി മറുപടി പറഞ്ഞു, അല്ലയോ ഭഗവാൻ രാമ, അല്ലയോ കുശാഗ്ര ബുദ്ധിയുക്ത, അങ്ങയുടെ നാമസ്മരണ കൊണ്ട് മാത്രം ഈ ഭവസാഗരം കടക്കാനാകുന്നതാണ്. അങ്ങയുടെ ഈ പ്രശ്നം മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയ്ക്കും ഏവരുടെയും ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ആ ഉപവാസ ദിവസത്തെക്കുറിച്ച് വിശദീകരിക്കാം. അല്ലയോ രാമ, വൈശാഖ ശുക്ല ഏകാദശി എന്നാണ് ആ ദിവസം അറിയപ്പെടുന്നത്. അത് ദ്വാദശി നാളിൽ വന്നു ചേരുന്നു. അത് സകല പാപങ്ങളെയും അകറ്റുന്നു. അത് മോഹിനി ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സത്യമായും എൻ്റെ പ്രിയപ്പെട്ട രാമ, ഈ ഏകാദശിയുടെ ഗുണം ഇതാചരിക്കുന്ന ഭാഗ്യവാന്മാരായ ആത്മാവിനെ മായയുടെ കുടുക്കിൽ നിന്നും രക്ഷിക്കുന്നു. അതിനാൽ അങ്ങയുടെ ദുഃഖശമനത്തിന് മംഗളകരമായ ഈ ഏകാദശി പൂർണ്ണമായി അനുഷ്ഠിക്കുക. എന്തെന്നാൽ ഇത് ഒരാളുടെ മാർഗത്തിലെ എല്ലാ വിഘ്നങ്ങൾ അകറ്റുകയും വലിയ ദുഃഖങ്ങളിൽ നിന്നും ശമനം തരുമെന്നാണ് അതിൻ്റെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്നത്. ദയവായി കേൾക്കുക. എന്തെന്നാൽ മംഗളകരമായ ഈ ഏകാദശിയെപ്പറ്റി കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരാളുടെ മഹാപാപങ്ങളും എല്ലാം നിർവീര്യമാക്കപ്പെടുന്നു. സരസ്വതി നദീതടത്തിൽ ഒരിക്കൽ ഭദ്രാവതി എന്ന പേരുള്ള ഒരു മനോഹര നഗരമുണ്ടായിരുന്നു. ദീതിമാൻ എന്ന ഒരു രാജാവാണ് അവിടെ ഭരിച്ചിരുന്നത്. അല്ലയോ രാമ, ദൃഢചിത്തനും വിശ്വസ്തനും അതിബുദ്ധിമാനുമായ ആ രാജാവ് ചന്ദ്രവംശത്തിലാണ് ജനിച്ചത്. ധനപാല എന്നു പേരുള്ള ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുണ്ടായിരുന്നു. അയാളുടെ വശം ധാരാളം പണവും ഭക്ഷ്യസാധനങ്ങളും ഉണ്ടായിരുന്നു. അയാൾ ഒരു വലിയ ഭക്തനുമായിരുന്നു. ഭദ്രാവതിയിലെ പ്രജകളുടെ ക്ഷേമത്തിനായി ധനപാലൻ സുന്ദരമായ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുവാനും യാഗശാലകൾ പണിയുവാനും തടാകങ്ങൾ നിർമ്മിക്കുവാനും ഏർപ്പാട് ചെയ്തു. അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു ഉത്തമ ഭക്തനും കൂടിയായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരുണ്ടായിരുന്നു. സുമാന, ദുതിമാൻ, മേധാവി, സുകൃതി, ദൃഷ്ടബുദ്ധി എന്നിവരായിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ പുത്രനായ ദൃഷ്ടബുദ്ധി ദേശികളുമായുള്ള സമ്പർക്കം, അതുപോലുള്ള നീചപ്രവൃത്തികൾ ചെയ്യുന്നവരുമായുള്ള സമ്പർക്കം എന്നീ വലിയ പാപകർമ്മങ്ങൾ ചെയ്യുന്നതിൽ എപ്പോഴും വ്യാപൃതനായിരുന്നു. അവിഹിത ലൈംഗിക ബന്ധം, ചൂതുകളി,
കേളി, ഇന്ദ്രിയ തൃപ്തി ഉദ്ദേശിച്ചുള്ള മറ്റനേകം വിവിധ പ്രവൃത്തികൾ അയാൾ ആസ്വദിച്ചു. ബ്രാഹ്മണൻ, ദേവതകൾ, പിതൃക്കൾ, സമുദായത്തിലെ മറ്റു പ്രമാണികൾ, അതുപോലെ തൻ്റെ കുടുംബങ്ങൾ എന്നിവരെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നില്ല. ആ ദുഷ്ടബുദ്ധിയായ ദൃഷ്ടബുദ്ധി എപ്പോഴും അമൃതമായി മദ്യപാനം ചെയ്തു മാംസാഹാരങ്ങൾ കഴിച്ചും തൻ്റെ പിതാവിൻ്റെ സ്വത്ത് ദൂർത്തടിച്ചു. ഒരു ദിവസം അറിയപ്പെടുന്ന ഒരു വേശ്യയുമൊത്ത് തോളോട് തോള് ചേർന്ന് റോഡിൽ കൂടി നടന്നു പോകുന്നത് കണ്ട ധനപാലൻ തൻ്റെ മകനായ ദൃഷ്ടബുദ്ധിയെ വീട്ടിൽ നിന്നും പുറത്താക്കി. അന്നു തൊട്ട് ദൃഷ്ടബുദ്ധിയുടെ ബന്ധുക്കൾ അയാളെ ദുഷിക്കുകയും അയാളിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്തു. അയാളുടെ ആഭരണങ്ങളെല്ലാം വിറ്റ് തുലച്ച് അഗതിയായപ്പോൾ വേശ്യ അയാളെ ഉപേക്ഷിക്കുകയും അവമാനിക്കുകയും ചെയ്തു. ദൃഷ്ടബുദ്ധി അതീവ ഉത്കണ്ഠാകുലനാവുകയും വിശന്നും ഇരുന്നു. അയാൾ വിചാരിച്ചു, ഞാൻ എന്തു ചെയ്യണം, ഞാൻ എവിടെ പോകണം, ഞാൻ എങ്ങനെ ജീവിക്കും. പിന്നെ അയാൾ മോഷ്ടിക്കുവാൻ തുടങ്ങി. രാജാവിൻ്റെ സൈനികർ അയാളെ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ പ്രശസ്തമായ ധനപാലൻ്റെ മകനാണെന്നറിഞ്ഞപ്പോൾ അയാൾ വിടുകയും ചെയ്തു. ഇങ്ങനെ ചാട്ടവാർ കൊണ്ട് അടിച്ചതിന് ശേഷം രാജാവിൻ്റെ സൈനികർ അയാളെ താക്കീത് നൽകി പറഞ്ഞു, ഹേ ദുഷ്ട, ഈ രാജ്യത്ത് നിനക്കിനി ഇടം കിട്ടുകയില്ല. അങ്ങനെ ദൃഷ്ടബുദ്ധി തൻ്റെ പിതാവിനാൽ മോചിക്കപ്പെടുകയും ഉടൻ തന്നെ ഒരു ഘോരവനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അയാൾ വിശന്നും ദാഹിച്ചും വളരെ കഷ്ടപ്പെട്ട് അവിടെയും ഇവിടെയും അലഞ്ഞു നടന്നു. ക്രമേണ അയാൾ കാട്ടിലെ മൃഗങ്ങളെ കൊല്ലുവാൻ തുടങ്ങി. ഭക്ഷിക്കാൻ വേണ്ടി സിംഹം, മാൻ, കാട്ടുപോത്തെ, എന്തിനേറെ ചെന്നായ്ക്കളെ പോലും വേട്ടയാടിക്കുന്നു. ആവനാഴിയിൽ നിറയെ അമ്പും കയ്യിൽ വില്ലും അയാൾ എപ്പോഴും കരുതിയിരുന്നു. അങ്ങനെ ദൃഷ്ടബുദ്ധി എപ്പോഴും ദുഃഖിതനും ഉത്കണ്ഠാകുലനുമായിരുന്നു. എന്നാൽ വൈശാഖ മാസത്തിലെ ഒരു ദിവസം തൻ്റെ പിൻകാല സുഹൃതം കൊണ്ടെന്നാ വേണം പറയാൻ, ഭാഗ്യവശാൽ കൗണ്ഡന്യ മുനിയുടെ പരിപാവനമായ ആശ്രമത്തിൽ വന്നു പെട്ടു. ആ മഹാമുനി ഗംഗയിൽ സ്നാനം ചെയ്തു വന്നതേയുള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ വെള്ളം ആറിയിരുന്നില്ല. ദൃഷ്ടബുദ്ധിക്ക് ആ മഹാമുനിയുടെ ഈരൽ വസ്ത്രങ്ങളിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾ സ്പർശിക്കുവാനുള്ള മഹാഭാഗ്യം കിട്ടി. നിമിഷങ്ങൾക്കകം ദൃഷ്ടബുദ്ധി തൻ്റെ അജ്ഞതയിൽ നിന്ന് സ്വതന്ത്രമാവുകയും തൻ്റെ പാപഫലങ്ങൾ എല്ലാം കുറഞ്ഞതായിട്ടും അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ കൗണ്ഡന്യ മുനിക്ക് തൻ്റെ വിനീത പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൃഷ്ടബുദ്ധി കൈകൾ കുപ്പി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. അല്ലയോ മഹാനായ ബ്രാഹ്മണ, അധികം പ്രയത്നം കൂടാതെ എനിക്ക് ചെയ്യാനുള്ള ചില പ്രായച്ചിത്തങ്ങൾ എനിക്ക് ദയവായി വിവരിച്ചു തന്നാലും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളം പാപകർമ്മങ്ങൾ ചെയ്തിരുന്നു. ഇതെല്ലാം എന്നെ വളരെ ക്ഷുദ്രനാക്കിയിരിക്കുന്നു. ആ മഹാമുനി മറുപടി പറഞ്ഞു, ഹേ പുത്ര, വളരെ ശ്രദ്ധയോടെ കേൾക്കൂ. എന്തെന്നാൽ എന്നിൽ നിന്ന് കേട്ട നിന്റെ ജീവിതത്തിൽ പരിവർത്തനം വരികയും ബാക്കിയുള്ള പാപങ്ങളെല്ലാം വിട്ടുപോവുകയും ചെയ്യും. ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ പവിത്രമായ മോഹിനി ഏകാദശി വരുന്നുണ്ട്. മേരു പർവ്വതത്തെ പോലെ അതിവിശാലവും ഭാരമേറിയതുമായ പാപങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കാൻ അതിന് കരുത്തുണ്ട്. എൻ്റെ ഉപദേശപ്രകാരം വിശ്വാസത്തോടെ നീ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന പക്ഷം അനേകം ജന്മങ്ങളിൽ നീ ചെയ്ത പാപകർമ്മ ഫലങ്ങളിൽ നിന്നും നീ മോചിതനാക്കപ്പെടും. ഭഗവാൻ ഹരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ഏകാദശി. സന്തോഷത്തോടെ ഈ വാക്കുകൾ കേട്ട് ദൃഷ്ടബുദ്ധി ആ മുനിയുടെ ഉപദേശവും നിർദ്ദേശങ്ങൾ പ്രകാരം മോഹിനി ഏകാദശി അനുഷ്ഠിക്കുന്നതിനുള്ള വാഗ്ദാനം ചെയ്തു. അല്ലയോ രാജ്യശ്രേഷ്ഠ രാമഭഗവാനെ, മോഹിനി ഏകാദശി വ്രതം പൂർണ്ണമായി അനുഷ്ഠിച്ചതിനാൽ കച്ചവടക്കാരനായ ധനപാലൻ്റെ മുടിയനായ പുത്രൻ ദൃഷ്ടബുദ്ധിയുടെ മുൻകാല പാപങ്ങളെല്ലാം നശിച്ച് പാപരഹിതനായി തീർന്നു. അതിനുശേഷം അയാൾ സകല വിഘ്നങ്ങളിൽ നിന്നും മോചിതനായി ഒരു സുന്ദരമായ ദിവ്യരൂപം പ്രാപ്തമാക്കി വിഷ്ണുവാഹനമായ ഗരുഡൻ്റെ പുറത്ത് അരൂഢനായി ഭഗവാന്റെ പരമധാമത്തിൽ പ്രവേശിച്ചു. അല്ലയോ രാമ, മോഹിനി ഏകാദശി വ്രതം ഏറ്റവും കടുത്ത ഭൗതികാസക്തിയെപ്പോലും നിർമാർജനം ചെയ്യുന്നു. അങ്ങനെ ത്രിലോകങ്ങളിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട വേറൊരു ഉപവാസം ഇല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഉപസംഹരിച്ചു. അങ്ങനെ അല്ലയോ യുധിഷ്ഠിര, മോഹിനി ഏകാദശി വ്രതാനുഷ്ഠാനം കൊണ്ട് എൻ്റെ ഒരു വിശ്വസ്ത ഭക്തന് ലഭിക്കുന്ന പുണ്യത്തിൻ്റെ 16 ഭാഗത്തിന് തുല്യമാകില്ല. തീർത്ഥാടനം പോലും യാഗം കൊണ്ടും ദാനം കൊണ്ടും ലഭിക്കുന്ന പുണ്യം, 1000 ഗോക്കളെ ദാനം ചെയ്താൽ കിട്ടുന്ന അതേ പുണ്യം ഒരാൾക്ക് മോഹിനി ഏകാദശിയുടെ മഹാത്മ്യങ്ങൾ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് പ്രാപ്തമാകുമത്രേ. ഈ കഥ എടുത്തിരിക്കുന്നത് കൂർമ്മപുരാണത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ കഥ കേൾക്കുക. ഉപവാസം ഏകാദശി വ്രതം എടുക്കാൻ പറ്റാത്തവർക്ക് എല്ലാം ഈ കഥ നിങ്ങളൊന്ന് കേൾക്കണം. അന്ന് തലേ ദിവസവും പിറ്റേ ദിവസവും എല്ലാം 2 പ്രാവശ്യം കേൾക്കുക. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.